അപ്പോൾ ഇത് ഇന്നത്തെയും അതേപോലെ ഇന്നലത്തെയും കുറച്ചൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലേക്ക് വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ കൂടെ നമ്മൾ സംസാരിച്ചിട്ട് കുറേ നേരം അങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ എടുത്തങ്ങനെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുഴയിലൊക്കെ പോയി വന്നപ്പോൾ പിന്നെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒന്നല്ലേ പഴംപൊരിയും ബോണ്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാക്ക ചായ തിളക്കണതിന് മുമ്പ് തന്നെ പൊടിയിടും കേട്ടോ. നമ്മളെ സൈഡിൽ പള്ളിയാണല്ലോ. അപ്പം നല്ല കുർബാന ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിക്കാണ് കേട്ടോ ആൾക്കാരൊക്കെ. അപ്പോൾ ചായയും കട്ടനും ബോണ്ടയൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾ. പിന്നെ അങ്ങനെ പുറത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ പോയിട്ട് പിന്നെ കിച്ചണിൽ പാത്രം കഴുകാനൊക്കെ വന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ താറാവ് മുട്ട വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടണതാണ് കേട്ടോ ആ ഒരു പൊടി. അതിലിങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കണതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ രാത്രിയൊക്കെയായി. പിന്നെ ഞാനും കാക്കയും അവല് നനച്ചതും കട്ടൻ ചായയും കുടിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കാക്കന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഷോക്കേസിൽ പണ്ടത്തെ ഷോക്കേസിലായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് കാക്കാൻ്റെ ഐഡിയക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നേരം വെളുത്ത് ഞാൻ അപ്പവും ചായയൊക്കെ ഉണ്ടാക്കിയൊക്കെ കുടിച്ച് പിന്നെ വേപ്പിലെടുക്കാൻ പോയിരുന്നു കേട്ടോ. ഇന്നും നമുക്കൊരു കല്യാണം ഉണ്ട്. അതുകൊണ്ട് ഉച്ചത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ അടുത്ത വീട്ടിലേക്ക് വേപ്പിൻ്റെ ഇല എടുക്കാൻ വേണ്ടി പോയി വരുമ്പോൾ എടുത്തതാണ് കേട്ടോ. അതാണ് നമ്മളെ വീട്. ഇങ്ങനെ വേപ്പിൻ്റെ ഇല യൂസ് ചെയ്ത് പഠിഞ്ഞിട്ട് അതില്ലാതെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പത്തിന് ഞാൻ എവിടെ നിന്നാ ചായ കൊണ്ടും അതൊരു പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മണ്ണർക്കാട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയതും ഒരു ബസ്സാണ് പോയിട്ടോ. പിന്നെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ പോയി അവിടെ ഒന്നുമില്ലാതായപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മണ്ണർക്കാട് എത്തി. അവിടേക്ക് എൻ്റെ മാമനും എൻ്റെ മൂത്തമ്മയും എൻ്റെ അമ്മാൻ്റെ അനിയത്തിയൊക്കെ വന്നിരുന്നു കേട്ടോ. എനിക്കുള്ള ബീഫ് അവിടെ കുട്ടിയെ കാണലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ നമുക്ക് വഴിയിൽ കല്യാണ വീട്ടിലിറങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോയപ്പോഴുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കല്യാണത്തിന് ബിരിയാണിയും സുർബിയാനും പിന്നെ ചില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്. വന്നിട്ടൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു.